ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സോണിയുടെ ഒരു 12 ഇഞ്ച് സബ് വൂഫർ ബോക്സിലാക്കി, പിന്നെ 6 ഇഞ്ച് സോണിയുടെ ഒരു ചെറിയ സ്പീക്കറും ബോക്സിലാക്കി നമ്മുടെ TV21 AS21 ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാം. സത്യം പറഞ്ഞാൽ ഇത്രയും ബോർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ ഒരെണ്ണം അങ്ങനെ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടൊരു ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമുക്കിവിടെ ആദ്യം എടുക്കേണ്ടത് സബ് വൂഫർ തന്നെ ആദ്യം സെറ്റ് ചെയ്യാം. സബ് വൂഫർ ഇതാണ് നമ്മുടെ സബ് വൂഫർ. 12 ഇഞ്ച് 1800 വാട്ട്സ് സബ് വൂഫറാണ്. ഓക്കെ, നമുക്ക് ഇവനെ ആദ്യം ഒന്ന് പൊട്ടിക്കാം. കൊണ്ടുവരാൻ നല്ലപോലെയൊക്കെ ഒന്ന് കാണിച്ചു. നമ്മൾ ഇതാണ് MW12002 1800 വാട്ട്സ്. ഇത് മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ്. സോണി കമ്പനി ഡയറക്റ്റ് നമുക്ക് സപ്ലൈ ചെയ്യുന്നതാണ്. നമ്മൾ സോണി ഇന്ത്യ വന്നപ്പോൾ തൊട്ട് സോണിയുടെ ഡീലറാണ്. അതുകൊണ്ട് ജെന്യൂൻ പാർട്ടിൽ തന്നെ നമ്മൾ വാങ്ങിയിരിക്കുന്ന സാധനമാണ്. ഡ്യൂപ്ലിക്കേറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ഒറിജിനൽ ബില്ലും 1 ഇയർ വാറണ്ടിയുമുള്ള സാധനമാണ്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിക്കാം. പൊട്ടിച്ച് കഴിയുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. നമ്മൾ കാണിച്ച്, ഇതാണ് നമ്മുടെ വാറണ്ടി പേപ്പറാണിത്. ഈ വാറണ്ടി പേപ്പറിൽ ഡിസംബർ 2026 വരെ ഇതിൻ്റെ വാറണ്ടി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും വാറണ്ടി കമ്പനി തരുന്നത് നമ്മൾ ബില്ല് നോക്കിയാണ് വാറണ്ടി തരുന്നത്. നമ്മൾ ഒറിജിനൽ GST ബില്ലുണ്ടായിരിക്കണം. ഒറിജിനൽ GST ബില്ലും ഈ വാറണ്ടി പേപ്പറും ഉണ്ടെങ്കിൽ 1 വർഷത്തേന് ഈ പ്രോഡക്റ്റിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ സോണിയുടെ ഇന്ത്യയിലുള്ള ഏത് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്താലും നമുക്ക് പുതിയ പീസ് സോണി ഇന്ത്യ മാറിത്തരും. റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് തരുന്നത്. റിപ്പയർ ചെയ്ത് തരുമോ നന്നാക്കി തരുമോന്നുമല്ല, പുത്തൻ പീസ് തരും. അതാണ് ഇതിൻ്റെ വാറണ്ടി. അപ്പോൾ ഇത് വാറണ്ടി പേപ്പർ, ഇത് മസ്റ്റായിട്ടും എവിടെ നിന്ന് മേടിച്ചാലും നോക്കണം. പിന്നെ ഇത് സബ് വൂഫറിൻ്റെ കാറ്റലോഗാണ്. സബ് വൂഫർ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടതെന്നുള്ള കണക്ഷൻ അളവ്, അതിൻ്റെ പുറകേത്തുള്ള ഇത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. കാറ്റലോഗാണ് ഇത്. ഇത് എങ്ങനെ സ്ക്രൂ ചെയ്യണം, സ്പീക്കർ എങ്ങനെ, വയറെങ്ങനെ കണക്ട് ചെയ്യണം, പെട്ടിക്ക് എന്തേലും വലിപ്പം വേണം, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ കൂടെ തരുന്ന ക്ലിപ്പുകൾ, സ്ക്രൂകൾ, പിന്നുകൾ, എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഇൻസൈഡ് ഉള്ള എല്ലാ സാധനങ്ങളും 1 2 3 ഇത് ചെയ്യേണ്ട രീതികൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഈ രണ്ടും മാറട്ടെ. ഇനി നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് കാണാം. ഇതിവിടെ വെച്ചിട്ട്, ഇതാണ് ഇങ്ങനെ ഒരു പേപ്പർ, പ്ലാസ്റ്റിക് കൂടാണ്. പക്ഷെ അതിനകത്തൊരു പേപ്പറുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഇതിൻ്റെ കണക്ഷൻ, വയർ കണക്ഷൻ ചെയ്യാനുള്ള സാധനങ്ങളാണ്. പൊതിഞ്ഞ് കഴിയുമ്പോൾ അകത്തൊരു തെർമോക്കോൾ പോലെ, തുണിയാണ്, തെർമോക്കോളാന്ന് തോന്നുന്നു, തുണി പോലെ ഇരിക്കുന്നു. അങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ഇതാണ് സാധനം. വെറൈറ്റി ഷേപ്പാണ്. എങ്കിലും ഇങ്ങനെ കട്ടിങ് ആണെങ്കിൽ ഇത് റൗണ്ടാണ് ശരിക്കും വരുന്നത്. 1800 വാട്ട്സാണ്. ഇതൊരു ഭയങ്കര കട്ടിയുള്ള സാധനം. അങ്ങനെയൊന്നും കിഴിയൊന്നുമില്ല. വല്ല ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സാധനം വെച്ച് കുത്തിയാലേ കിഴിയുള്ളൂ, അല്ല നോർമലായിട്ട് കിഴിയല്ല. പിന്നെ ഇതാണ് അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. ഇത് സ്പൈഡർ, ഇതതിൻ്റെ സീരിയൽ നമ്പർ. നമ്മൾ ഈ സാധനം ജെന്യൂൻ ആണെന്ന് അറിയാൻ വേണ്ടി ഈ സീരിയൽ നമ്പർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. P-D AJ CA CF എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു നമ്പറുണ്ട്. ആ നമ്പരും നമ്മുടെ വാറണ്ടി പേപ്പറിലെ നമ്പർ ഒന്നാണോ നമ്മൾ എപ്പോഴും നോക്കണം. ഇതാണ്ട് 1743 ഈ നമ്പർ കാണിച്ച് 1743 886. ഇതാണ് ആ നമ്പർ തന്നെയാണ് ഇവിടെ വാറണ്ടി പേപ്പറിലുള്ള 1743 886 എന്നാന്ന് തോന്നുന്നു. ഓക്കെ, അത് തന്നെ, സെയിം നമ്പർ തന്നെയാണ് ഈ വാറണ്ടി പേപ്പറുള്ളത്. അപ്പോൾ ഈ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടുള്ള വാറണ്ടി പേപ്പറാണ് ഇതെന്നുള്ളത് നമുക്ക് കൺഫേം ആയി. അതെപ്പോഴും ചെക്ക് ചെയ്യണം.
പിന്നെ ഇതിൻ്റെ പുറവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മെയ്ഡ് ഇൻ വിയറ്റ്നാം എന്നുണ്ട്. പിന്നെ വേറെ ഏതോ വിയറ്റ്നാം ഭാഷയിലായിരിക്കും എഴുതിയിരിക്കുന്നത്, അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ പീക്ക് പവർ 1800 വാട്ട്സ് ഉണ്ട്. RMS പവർ 420 വാട്ട്സ് ഉണ്ട്. റേറ്റഡ് പവർ 300 വാട്ട്സ് ഉണ്ട്. റേറ്റ് ഓഫ് ഇമ്പിഡൻസ് 4 ohms ആണ്. ഇതിൻ്റെ ബാക്കൊന്ന് നല്ലപോലെ കാണിച്ചേ. XX മോഡൽ നമ്പർ, അത് നല്ല സൂം ചെയ്ത് നല്ലപോലെ കാണാവുന്ന പോലെ, അങ്ങനെ കാണാവുന്ന പോലെ. ഇതാണ് ഇതിൻ്റെ സാധനം. ഇത് കണ്ടാലും ഇതിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടും നിങ്ങൾക്ക് വിശ്വാസമുള്ള ആൾക്കാരുടെ നിന്ന് വാങ്ങുക. അപ്പോൾ ജെന്യുവനായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ ഇതൊരു ക്ലാമ്പാണ്, ഇതിൽ കുത്താനുള്ള ക്ലാമ്പാണ്. അപ്പോൾ അതിന് വയറ് നമ്മൾ എടുക്കണം. ഇതിൻ്റെ കൂടെ വയറില്ല, വയറ് നമ്മൾ എടുക്കണം. പിന്നെ അതിൻ്റെ കവറും ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഒരു വയറെടുത്ത് ആദ്യം ക്ലാമ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 2 പിന്നുണ്ട്. ഈ 2 പിന്നും ഒരേ വലിപ്പമുള്ള പിന്നുകളാണ്. അപ്പോൾ നമ്മൾ ഒരു റെഡ് കളർ വരയുള്ളതും വരയില്ലാത്തതുമായ ഫിനോലെക്സിൻ്റെ 0.75 ഗേജുള്ള വയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഗേജുള്ള വയർ എടുക്കണം. സബ്വൂഫറിന് നല്ല കറണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ചില ഗേജുള്ള വയറായിരിക്കണം. 0.75 ഉള്ള സ്പീക്കർ വയറാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം നമ്മളത് സോൾഡർ ചെയ്ത്, ഇത് കൊണ്ടൊന്ന് കാണിച്ചു കൊടുത്ത്, സോൾഡർ ചെയ്ത് അതുമായിട്ട് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ അത് ഞെക്കിയാൽ മതി. ഞെക്കി മാത്രം കൊടുക്കുന്ന അത്ര സേഫ് അല്ല, പിന്നീട് ലൂസാകാനും ഒക്കെ ചാൻസ് ഉണ്ട്. സോൾഡർ ചെയ്തേക്കുവാണെങ്കിൽ പിന്നെ ക്ലാവ് പിടിക്കുകയോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. അപ്പോൾ കണ്ടല്ലോ, ഇതിങ്ങനെ ഞെക്കി കൊടുത്തതിന് ശേഷം ഇതൊരു റബ്ബറുണ്ട്, ആ റബ്ബർ ഇങ്ങോട്ട് കയറ്റിയിടണം. അത് പിന്നെ ഞെക്കിയിട്ട് കയറ്റിയിട്ടാൽ മതി. അപ്പോൾ സ്പീക്കറിൽ ഇത് കണ്ടു, ഇത് ഡബിൾ മാഗ്നറ്റാണ്, ഡബിൾ മാഗ്നറ്റ് സ്പീക്കറാണ്. 2 മാഗ്നറ്റ് തിരിച്ചും മറിച്ചുമാണ് അത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഇതുണ്ടോ, ഇങ്ങനെ പിടിച്ചു, ഇത് നടുക്കോട്ട് ഇത് ഇറക്കാൻ പറ്റത്തില്ല, അവിടെ താക്കാൻ പറ്റത്തില്ല. ഇവിടെ തിരിച്ചു പോവാം, ഇവിടെ പിടിക്കുകയില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. നോർത്ത് പോളും സൗത്ത് പോളും ഈ നടുക്ക് 2 മാഗ്നറ്റും വെച്ചിരിക്കുന്നത് ഇങ്ങോട്ട് തള്ളുന്നുണ്ട്. എനിക്ക് വെക്കത്തില്ല, ഞാൻ അടുപ്പിക്കാൻ നോക്കിയാൽ ഇങ്ങോട്ട് തള്ളുക. അടിഭാഗവും മേൽഭാഗവും മാത്രമേ പിടിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഈ സബ്വൂഫറിൽ നമുക്ക്, ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു, സബ്വൂഫർ എൻ്റെ നേരെ വെച്ചിരിക്കുന്നു. എൻ്റെ റൈറ്റ് സൈഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ റൈറ്റ് സൈഡ് ഇതാണ് പോസിറ്റീവ്, ഇതാണ് നെഗറ്റീവ്. പിന്നെ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അവർ പഞ്ച് ചെയ്തിരിക്കുകയായതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് കാണത്തുള്ളൂ. അത് ഒരു കാരണവശാലും തിരിയാൻ പാടില്ലാത്ത ഒരു കണക്ഷനാണ്. DC-യിൽ പോസിറ്റീവിനും നെഗറ്റീവിനും വളരെ പ്രധാനമാണ്. നമ്മൾ AC കറണ്ട് പോലെയല്ല. AC-യിലാണെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല, ഓൾട്ടർനേറ്റീവ് കറണ്ട് എന്നാണ് അതിന് പറയുന്നത്. ഇത് ഡയറക്റ്റ് കറണ്ടാണ്. ഇതെപ്പോഴും പോസിറ്റീവും നെഗറ്റീവും സ്റ്റഡി ആയിരിക്കും, ആംബിയറും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ പോസിറ്റീവ് എന്ന് പറഞ്ഞ് ഈ റെഡ് കളറിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. ആ റെഡ് നമ്മൾ ഇവിടെ പിൻ ചെയ്യണം. പിൻ ചെയ്യുമ്പോൾ ലോക്കാവും. ഇത് ഞെക്കി കഴിഞ്ഞാൽ ഇത് ലോക്കാവും. ലോക്കായി വീണു. പിന്നെ ഈ കവറും കൂടെ മണ്ടയിലോട്ടൊരു സേഫ്റ്റിക്ക് വേണ്ടി ഇടുന്നു, ഷോർട്ടിങ് ആകാതിരിക്കാനും, പറഞ്ഞ് അഥവാ ഇനി പോയാലും തമ്മിൽ ഷോർട്ടാകാതിരിക്കാനും വേണ്ടിയിട്ട് അത് ചെയ്യുന്നു. പിന്നെ അടുത്ത സാധനം ഇത് നെഗറ്റീവാണ്. ഇത് നെഗറ്റീവ് ടക്കുന്നൊരു സൗണ്ട് കേൾക്കുക, ഒരു ലോക്കൽ വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇത് പൊക്കിയാൽ പോരിയല്ല. അത് കറക്റ്റായിട്ട് വീണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വീണ്ടും ആ കവർ ഇടുക. ഇപ്പോൾ സ്പീക്കറിൻ്റെ പരിപാടി നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്പീക്കർ ഫിറ്റ് ചെയ്യാനുള്ള ബോക്സാണ് എടുക്കേണ്ടത്. ബോക്സ് എടുത്ത് ഈ വയർ ഇടാനുള്ള ഹോള് നമുക്ക് ആദ്യം ഇടാം. ഇപ്പോൾ സ്പീക്കർ നമുക്ക് തക്കാലം ഇവിടെ ഇരിക്കട്ടെ, അവനെ ഞാൻ മാറ്റി വെച്ചു. ഇനി ഞാൻ ബോക്സ് എടുത്തുകൊണ്ട് വരാം. ബോക്സ് എടുത്തു. നല്ല കനമാണ്. നോപ്പാനോ ജിപ്പുണ്ടോ എന്തൊക്കെയാണ്. ഇതാണ് ബോക്സ്. ഇത് പെട്ടിയാണ്. ഇതിൻ്റെ അകം കാണിച്ച് ഇതിനകത്ത് ഡബിൾ ഹോൾ പോലെയാണ്. അതുകൊണ്ട് ഒരു ബോക്സ് വെച്ചിട്ട് ഇങ്ങനെ ഹോളായിട്ടാണ്, ഈ ഡബിൾ ഹോളാണിത്. ഇതിൻ്റെ ബാക്കിലേക്കുള്ള ഡെപ്ത് എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ 19 ഇഞ്ച്, 19 ഇഞ്ചാണ് ഇതിൻ്റെ
ബാക്കിലേക്കുള്ള അളവ് 19 ഇഞ്ചുണ്ട്. ഇനി എൻ്റെ ഹൈറ്റ് നോക്കാം. ഹൈറ്റും 19 തന്നെയാണ്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഡെപ്ത്ത് നോക്കാം. അത് തന്നെയാണ് കുറവായിരിക്കും. അത് 14.7 ആണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഡെപ്ത്ത്. ഡബിൾ ഹോളുള്ളതാണ്. പിന്നെ ആ എയർ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ചുമ്മാ പറയുമ്പോൾ തന്നെ എൻ്റെ ഒരു ബാസ ഇതിൽ എയർ തള്ളിയിട്ട് ഇതിലെയാണ് ഇത് പോകുന്നത്. അപ്പം അത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്പീക്കറിന് വയറെടുക്കാൻ വേണ്ടിയൊരു തുള നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തുള നമുക്കൊന്നിടാം. അകത്തൂടെ കൈ ഇടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പുറത്തൂടെ ഇടുവാണ്. വന്നു. ഇത് നമ്മുടെ വയർ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വയർ കറക്റ്റായിട്ട് കടന്നു പോരും. അപ്പോൾ അകത്തുനിന്ന് വെള്ളം തന്നെയാണെങ്കിലും ഇവിടെ നമ്മൾ പിന്നെ കുത്തിപ്പോയല്ലോ. കുത്തിപ്പോയ സ്ഥിതിക്ക് അകത്തൂടെ കൈയിട്ട് പുറത്തുനിന്ന് കയറ്റിയിട്ട് അങ്ങനെ പിന്നെ കുത്തുമായിരുന്നെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാമായിരുന്നു. സാരമില്ല, കൈക്ക് നീളമുള്ളതുകൊണ്ട് ഇട്ടു. വയറെടുത്ത് കഴിഞ്ഞ് നമുക്കൊരു തുള്ളി പോലും അതിൽ എയർ പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ഗ്ലൂ ചെയ്യണം. ഗ്ലൂ ചെയ്യുന്നതിന് മുമ്പ് ആ വയറിൻ്റെ നീളം നമുക്കൊന്ന് സെറ്റാക്കണം. ഈ സ്പീക്കർ എടുത്ത് നമുക്കൊന്ന് കൈകാര്യം ചെയ്യാനുള്ള ഒരു നീളം, സ്പീക്കർ ഇവിടെ ഇരിക്കുന്ന ഒരു നീളം ഇടാം. അതായിരിക്കണം എൻ്റെ സ്പീക്കർ എടുത്ത് നമുക്ക് ഊരിയെടുക്കാനൊക്കെ ഒരു സൗകര്യത്തിന് വയർ ഇത്ര ഇരുന്നോട്ടെ. ഇനി കുറച്ച് ഗ്ലൂ അവിടെ അകത്തും വെട്ടാക്കാം. ബാസ് അല്ലാതെ ഒരു തുള്ളി എയർ പോലും പോകാതിരിക്കാനാണ് നമ്മളവിടെ ഗ്ലൂ ഇടുന്നത്. ഗ്ലൂ ഇട്ടു. അത് ഒന്ന് ഉണങ്ങാനുള്ളൊരു സമയം നമ്മൾ കൊടുത്താൽ മതി. പിന്നെ ആ വയർ ഒരു സ്വല്പം അകത്തേക്ക് വലിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുറത്തേക്ക് വലിക്കുകയാണെങ്കിൽ അതകത്തെ ആ ഹോളിനകത്തേക്ക് ആ ഗ്ലൂ കയറിയിട്ട് സ്മൂത്തായിട്ട് സെറ്റായിക്കോളും. അപ്പോൾ അതവിടെ ഇരുന്നൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിക്കോട്ടെ, നമുക്ക് ബാധിക്കുന്ന വിഷയമല്ല. നമുക്കിനി സ്പീക്കറാണ് വെക്കേണ്ടത്. സ്പീക്കർ നമുക്ക് വെക്കുമ്പോൾ കാണാനുള്ളൊരു ഭംഗി, ആ ചെരിയാതെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ട അത്യാവശ്യമാണ്. ഇതിപ്പം ബാസ് ഹോളിന് ഇത് താഴെ വരുന്ന ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ചെരിവുണ്ടോ എന്ന് നമ്മൾ നോക്കണം. സ്ക്രൂ ചെയ്ത് കഴിഞ്ഞ് ആ ചെരിവൊക്കെ നൂർക്കാൻ ഭയങ്കര പാടാണ്. ആ രണ്ട് ഹോളിൻ്റെ നടുക്ക് ആ രണ്ട് സ്ക്രൂ വരുന്ന പോലെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്താൽ മതി. തന്നെ കയറി പോകാവുന്ന രീതിയിലുള്ളൊരു പ്രത്യേക സൈസ് സ്ക്രൂ ആണിത്. നമുക്ക് കയറി പോകുമെന്ന് നോക്കാം. ഒരു ഹാൻഡ് ഡ്രില്ല് അത്യാവശ്യമാണ്. ഹാൻഡ് ഡ്രില്ലില്ലാതെ കയറി പോകല. ആഹാ, അടിപൊളി. നമ്മുടെ സാധനം കത്തിപ്പോയത്. ഒന്നരാടം നമുക്ക് കത്തിയിടാം.
ഇനി അടുത്ത സ്ക്രൂ കൊടുക്കാം. പെട്ടിയൊക്കെ കറക്റ്റ് ഇതിനു വേണ്ടി പറഞ്ഞുണ്ടാക്കിച്ചതുപോലെ ഉണ്ട്. ഒരു ഇഞ്ച് പോലും അവിടെ ഇവിടെയും വിടവൊന്നുമില്ല. ബോക്സ് വെച്ചായിരിക്കും ഇവർ, സ്പീക്കർ വെച്ചായിരിക്കും ഇവരിതെല്ലാം മാനുഫാക്ചർ ചെയ്തത്. കാരണം ഇത് 1, 2 ഒന്നും പോരല്ലോ, ബൾക്കായിട്ട് ചെയ്യുന്ന ആളുടെ ഒരെണ്ണത്തിന് മാറ്റം വന്നാൽ മൊത്തം പണിയാവുമല്ലോ കണ്ടി ചെക്ക് ഇട്ട് കഴിഞ്ഞ്. അപ്പോൾ എല്ലാം സ്ക്രൂ ഒക്കെ കറക്റ്റാണ്. ഒരു സ്ക്രൂ പോലും കുറവുമില്ല, ഒരു സ്ക്രൂ പോലും കൂടുതലുമില്ല. ഈ മിഷൻ പണിയാണെന്ന് പറഞ്ഞാലും നമ്മൾ പണ്ട് തൊട്ടുള്ള കൈപ്പണിക്കാരായതുകൊണ്ട് നമുക്കിത് മുറിയോന്നൊന്ന് ഉറപ്പ് വരണമെങ്കിൽ നമ്മുടെ മിഷൻ വേണം. ചിലപ്പം ഈ മിഷനിൽ ഒരു ലോഡ് കഴിഞ്ഞാൽ പിന്നെ അവരത് എടുക്കുകയില്ല. കുഴപ്പമില്ല, മുറിയിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാമെന്നുള്ള നമ്മുടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സബ് വൂഫർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സബ് വൂഫർ കൊണ്ട് മാത്രം കാര്യം തീർന്നില്ല, നമുക്ക് 2 സ്പീക്കറും കൂടെ ആവശ്യമാണ്. ഇത് സോണിയുടെ ഒരു 6x9 എന്ന് പറഞ്ഞ 16:24 സെൻറ്റിമീറ്ററുള്ള മെഗാ ബാസ് കിട്ടുന്ന 3-വേ സ്പീക്കറാണ്. ഇതിൻ്റെ പീക്ക് പവർ എന്ന് പറഞ്ഞാൽ 420 വാട്ട്സ് PMPO. അതിൻ്റെ CA-RMS എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുന്ന ഒറിജിനൽ RMS 60 വാട്ട്സും കിട്ടും ഇത്. അപ്പം അങ്ങനെയുള്ള നല്ലൊരു SX FB 669-3E എന്ന് പറഞ്ഞ സ്പീക്കറാണ്. 3-വേ ആണ്. നമുക്ക് ഇതും ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിപ്പോൾ പൊട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കുക, ഇതുണ്ട് സോണിയുടെ ഹോളോഗ്രാം ഉണ്ട്, ഒരു നീല കളറിലുള്ള ഹോളോഗ്രാം ഉണ്ട്. ഇത് ബോക്സ് ഇല്ലാത്തവരാണെങ്കിൽ ബോക്സ് വെട്ടാനുള്ള സാധനം ഇതിൻ്റെ പുറകിലുണ്ട്, ബോക്സ് വെട്ടാനുള്ള പേപ്പർ ഇതിൻ്റെ പുറകിലുണ്ട്. അത് നോക്കി സ്ക്രൂ വരുന്ന പാടും എല്ലാം ഉണ്ട്. ഈ സൈഡിലും നമുക്ക് ഹോളോഗ്രാം ഉണ്ട്. ഈ ഹോളോഗ്രാം പൊട്ടിച്ച സ്പീക്കർ നമ്മൾ എടുക്കാൻ പാടില്ല, കാരണം അത് പൊട്ടിച്ചതാണെന്നും ആരെങ്കിലും ചെക്ക് ചെയ്തോ യൂസ് ചെയ്തോ ഒക്കെ ആയിരിക്കും. നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇപ്പം എല്ലാവരും പല സ്ഥലങ്ങളിലും ഇത് വിൽക്കുന്നുണ്ടായിരിക്കുമല്ലോ അവിടുന്ന് വാങ്ങുമ്പോൾ. അപ്പോൾ ഈ ഹോളോഗ്രാം പൊട്ടിയിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തുക. ഇതിൽ സോണിയുടെ എംബ്ലം ഉണ്ട്. അത് ക്യാമറയിൽ എത്ര കാണാമെന്ന് എനിക്കറിയത്തില്ല. നോക്കിയത് തിളങ്ങുമ്പോൾ കാണാം, സോണിയിൽ നിന്ന് കാണാം. ഇങ്ങനെ ഞാൻ അനക്കി തിളങ്ങുമ്പോൾ സോണിയിൽ നിന്ന് കാണാം. ഉണ്ടോ? മണ്ടയിൽ ഒറിജിനൽ എന്നുമുണ്ട്, സോണി ഒറിജിനൽ എന്നുള്ള എഴുത്തുള്ള സോണിയുടെ ഇതുണ്ട്. ഇവിടെ ഒറിജിനൽ എന്ന് എഴുത്തുണ്ട്, താഴെ സോണി എന്നുണ്ട്. പിന്നെ എല്ലാ സാധനങ്ങളും മുട്ട വരെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുന്ന ആൾക്കാരുള്ള സ്ഥിതിക്ക് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തും ഡ്യൂപ്ലിക്കേറ്റ് ആകാം. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ആദ്യം പൊട്ടിക്കുകയാണ്. ഈ സ്പീക്കർ നമുക്ക് 2 ബോക്സിലാക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ആ ഹോളോഗ്രാമൊക്കെ കട്ട് ചെയ്ത് എടുത്തു. ഇത് നമുക്ക് ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് സ്ക്രൂവിനൊപ്പം വയർ ഇട്ടിട്ടുണ്ട്, സോണി വയർ ഇട്ടിട്ടുണ്ട്, കോഡ് വയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ വയർ എടുക്കേണ്ടി വരികയില്ല, ആ വയർ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റിയുള്ള വയറാണ്. അപ്പോൾ അത് ഫുൾ തെർമോക്കോൾ പാക്കിംഗ് ആണ് വരുന്നത്. നമുക്കത് പുറത്തെടുക്കാം. അവനെ എന്നൊക്കെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ കൂട്ടിൽ അടുത്ത സാധനം കിട്ടി. അപ്പോൾ ഇതാണ്ട് വാറണ്ടി കാർഡ് ഇതിനകത്ത് നിന്നും നമുക്ക് കിട്ടി. വാറണ്ടി കാർഡിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ പ്രോഡക്റ്റ് ഈസ് കംപ്ലൈൻറ്റ് കമ്മീഷൻ പാർട്സ് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് എനിക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് ഞാൻ വായിച്ചെന്നുള്ളേ ഉള്ളൂ. കാര്യം ഇംഗ്ലീഷ് മീഡിയത്തിലേക്കാണ് പഠിച്ചതെങ്കിലും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സീരിയൽ നമ്പർ നോക്കണം. ഇത് തന്നെയാണോ എന്തെങ്കിലും 19 28 751 ഉണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഒന്ന് സൂം ചെയ്ത് കാണിച്ചോളൂ. ഇത് അതേ സീരിയൽ നമ്പർ തന്നെ ഇവിടെ ഉണ്ട്. 19 28 759. ഡിസംബർ 2026 വരെ വാറണ്ടി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജെന്യൂനാന്ന് ഉറപ്പായി. അതിൻ്റെ വാറണ്ടി പേപ്പറും നമ്മളിവിടെ വെക്കുവാണ്. 2 വാറണ്ടി പേപ്പർ ഇവിടെ വെച്ചു. അതിനിടെ ഒരു രസം കാണിക്കാൻ കേട്ടോ. ഇത് കണ്ടോ, ഇത് പാലക്കാടിന് അയക്കാൻ വേണ്ടിയിട്ട്
ഒരു സബ്വൂഫറും സ്പീക്കറും കെട്ടുവള്ളിയൊക്കെ എടുക്കാൻ വേണ്ടി ജിൻസി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അത് കെട്ടിയൊക്കെ വേണം അയക്കാൻ. അത് കാണിച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അവിടെ നിങ്ങളുടെ ലോക്കലായിട്ടുള്ള എവിടുന്നെങ്കിലും ഒരു ബോക്സ് എടുത്ത് നമുക്ക് ആ ബോക്സിൽ ഇതുപോലെ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ബോക്സിൽ വെക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് ഇതിനൊരു തുളയിടണം, 2 ഹോൾസ് ഇടണം. ആ ഹോൾ വഴി വേണം നമുക്ക് നമ്മുടെ വയറിടാൻ. അപ്പോൾ അതിന് 2 ഹോൾ ഞാൻ ഇടാൻ തീരുമാനിച്ചു. ഹോൾ ഇടണമെങ്കിൽ നമ്മൾ ഹാൻഡിൽ വിചാരിക്കണം. പണ്ടൊക്കെ ഒരു തടിക്കൊക്കെ ഒരു ഹോൾ ഇടുമ്പോൾ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ കറക്കി പഴയ ആൾക്കാർക്കറിയാം. ആശാരിമാരാണേലും ഒരു ഹോൾ ഇടാൻ ഈ ഇലക്ട്രിക് ബിറ്റൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് വളരെ കഷ്ടപ്പെട്ടാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ എല്ലാ കാര്യങ്ങളും മിഷ്യൻ വർക്കല്ലേ, മിഷ്യൻ വർക്ക്. ഓക്കെ, ഇപ്പോൾ രണ്ടിനും നമുക്ക് ഒരേപോലെ ഒരു ഹോൾ ഇടാം. കാരണം അതേ ലെവലിൽ തന്നെ അടുത്തവനും ഒരു ഹോളിടാം. അപ്പോൾ അതും 2 ഹോളായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്പീക്കർ വയർ എടുക്കണം. സ്പീക്കർ വയറിൽ തന്നെ സ്ക്രൂ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരെണ്ണത്തിന് 4 സ്ക്രൂ ഉള്ളൂ. 4 4 8 സ്ക്രൂ. അവിടെ നോക്കിയാൽ അറിയാം. 1 2 3 4 5 6 7 ഉള്ളു. 4 8 ഉണ്ട്. 2 4 5 8 സ്ക്രൂ ഉണ്ട്. സ്ക്രൂ ഇവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് വയർ എടുക്കുക എന്നുള്ളത്. ഈ വയറ് നമുക്ക് പിന്നെ എത്ര രൂപ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാലും കേരളത്തിൽ ഈ വയറ് കണ്ടോ, നല്ല ഇതിൻ്റെ സ്പീക്കറിൻ്റെ കൂടെ തന്നെ വരുന്ന വയറാണ്. ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് തിരിച്ചറിയാൻ ഇത് കറുത്ത ഒരു വരയിട്ടിട്ടുണ്ട്. ഈ കറുത്ത വരയിട്ടിരിക്കുന്നത് നെഗറ്റീവും, വരയില്ലാതെ ഇത് വെള്ള തന്നെ ഉള്ളത് പോസിറ്റീവും. ഇവിടെയും ഗ്രേ തന്നെ ഉള്ളത് പോസിറ്റീവും, കറുത്ത വരയുള്ളത് നെഗറ്റീവാണ്. അത് മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല ഗേജുള്ള നല്ല വയറാണ് കമ്പനി തന്നെ ഇട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ വണ്ണം കുറഞ്ഞ വയറ് കറുത്ത വരെയുള്ളതാണ് വണ്ണം കുറഞ്ഞിട്ടിരിക്കുന്നത്. വണ്ണം കൂടിയത് വെള്ള തന്നെ ഉള്ളതാണ്. നമുക്ക് സ്പീക്കർ എടുത്ത് ഒരെണ്ണം സെറ്റ് ചെയ്യാം. ഇതിനകത്ത് അതിന് മുമ്പ് നമ്മൾ സ്പീക്കർ വയറിട്ട് നമുക്ക് ഗ്ലൂ ഗൺ ചെയ്തിട്ടുണ്ട്. എയർ ഹോൾ അടഞ്ഞു, അത് സെറ്റായിട്ടുണ്ട്. വലിച്ചാലൊന്നും വയർ പോരുകയില്ല. പിന്നെ ഈ സ്പീക്കറായാലും കണക്ഷൻ കൊടുക്കുമ്പോൾ ഇതും 3 വേ സ്പീക്കറാണ്. ഇത് കണക്ഷൻ കൊടുക്കുമ്പം ഇത് കണ്ടോ, ഇതൊരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇത് റൈറ്റ് സൈഡിലുള്ള ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പോസിറ്റീവിന് വലിയതും നെഗറ്റീവിന് ചെറുതുമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും മാറിപ്പോകില്ല. പിന്നെ അവർ അടിച്ചു തന്നിരിക്കുന്നത് കൊണ്ട് നമ്മളത് നോക്കിയല്ലേ കുത്തുകയുള്ളൂ, മാറിപ്പോകാതിരിക്കാൻ അവർ ചെയ്യും. അപ്പോൾ വീതി കൂടിയത് ഈ പോസിറ്റീവേ കുത്തുക, വീതി കുറഞ്ഞത് നെഗറ്റീവേലും കുത്തുക. അപ്പോൾ റൈറ്റ് സൈഡിൽ എപ്പോഴും പോസിറ്റീവാണ്, ലെഫ്റ്റ് സൈഡിൽ ഈ നമ്മൾ സ്പീക്കർ കമർത്തി വെക്കുമ്പോൾ, മലർത്തി വെച്ചാൽ നേരെ തിരിയും സംഗതി, കമർത്തി വെച്ചിരിക്കുന്ന ഒരു സ്പീക്കറിന്. ഇതാണ് ഇതിൻ്റെ മിഡ് റേഞ്ചാണിത്. മിഡ് റേഞ്ച് ഇത് ഊഫർ, ഇത് കഴുകാവുന്ന പേപ്പറാണ്. ഇത് പേപ്പറാണ്, സ്പോഞ്ചല്ല. അതുകൊണ്ട് അതും കംപ്ലൈൻറ്റ് വരത്തില്ല. ഇതാണ് ഇതിൻ്റെ ട്യൂട്ടർ. അപ്പോൾ 3 വേ സ്പീക്കറാണ്. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെയും വെക്കാം, അങ്ങനെയും വെക്കാം. എങ്ങനെ വെച്ചാലും ഈ അകത്തത്തെ എഴുത്ത് പുറത്ത് വരികയില്ല. ശേഷം സെൻട്രൈസ് ചെയ്യുക. ചെയ്തതിന് ശേഷം ഇത് വെക്കുക. അപ്പോൾ ഇത് ഒരെണ്ണമായി. നമുക്ക് രണ്ടും ഇടുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇതിങ്ങനെ 2 സൈഡിലേക്കും പോകാതെ ഒരേപോലെ വെച്ചിട്ട് വേണം സ്ക്രൂ ചെയ്യാൻ. പിന്നെ അടുത്ത സ്പീക്കർ നമ്മളെടുത്തു. അടുത്തത് നമുക്ക് എടുത്തു കഴിയുമ്പോഴും വയർ നമ്മളൊരു ഇച്ചിരി നീട്ടിയിടണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നാളെ സ്പീക്കർ പൊക്കിയെടുക്കാനുള്ള ഒരു സൗകര്യത്തിന് കുറച്ച് നീട്ടിയിടണം. ഇതാണ് അടുത്ത സ്പീക്കർ. ഇതും അതുപോലെ തന്നെയാണ്, ഇതിൻ്റെ ജോഡിയാണ്. ഇത് ട്യൂട്ടർ, മിഡ് റേഞ്ച് സ്പീക്കർ. അപ്പോൾ ഇതും അതുപോലെ തന്നെ പിന്ന് നോക്കി, ചെറിയ പിന്നേലും ഇത് കണ്ടോ, ചെറിയ പിന്ന് ഇതേലും എഴുതിയിരിക്കുന്ന ഒന്ന് റെക്കോർഡ് എടുത്തേ.
മോഡൽ നമ്പർ, RMS പവർ 60 വാട്ട്സ്, പീക്ക് പവർ 420, മെയ്ഡ് ഇൻ വിയറ്റ്നാം എന്നൊക്കെ എഴുതുന്ന വിയറ്റ്നാം മെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ സ്പീക്കർ ഇവിടെ നമ്മൾ കുത്തുന്നു, അതിൻ്റെ കണക്ഷൻ അത് കൊടുത്തു കഴിഞ്ഞ് നല്ല ലോക്ക് വീഴണം കേട്ടോ. ചുമ്മാ നല്ലപോലെ കയറ്റി അതിൻ്റെ ഒരു കുത്തുണ്ട്, അതിനകത്ത് കയറി ലോക്കുണ്ട്, അത് വീഴണം. അല്ലെങ്കിൽ പിന്നെ സ്പീക്കർ കിടന്ന് പിടയ്ക്കുമ്പോൾ ചിലപ്പോൾ പവർ കയറുമ്പോൾ വീണു. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ലോക്ക് വീഴുന്നുണ്ടോയെന്ന് ടക്കുന്ന ഒരു ശബ്ദം കേൾക്കും. ഓക്കെ, ശബ്ദം കേട്ടു. അപ്പോൾ നമ്മൾ സ്പീക്കർ വെച്ച് സ്ക്രൂ ചെയ്യുന്നതിന് മുമ്പ് ഈ സാധനം കറക്റ്റാണോ എന്ന് നോക്കുക. ഇവിടെ ഇങ്ങനെ കൈ തൊട്ടാൽ മതി, കറക്റ്റ് പുറത്തേക്ക് പോകാത്ത രീതിയിൽ. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഒരു അകലവും കറക്റ്റാണോ നോക്കുക, ഈ അകലവും കറക്റ്റാണോ നോക്കുക. വേറെ പ്രശ്നമൊന്നും വരാനില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്ന് കാണിച്ച് കറക്റ്റാണോ എന്ന് നോക്കും. കറക്റ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഇത് വേണം നമുക്ക് ഇങ്ങനെ തിരിച്ചും വെക്കാം, മറ്റപ്പാടും വെക്കാം. ഇപ്പം ഞാൻ രണ്ടും ഒരുപോലെ വെച്ചിരിക്കുന്നു. അപ്പോൾ സോണിയിൽ നിന്നുള്ള എഴുത്ത് മേളിൽ നിന്ന് താഴേക്ക് വരും. അല്ലെങ്കിൽ ഇത് നേരെ തിരിച്ചു വെക്കുവാണെങ്കിൽ എഴുത്ത് താഴേന്ന് മേളിലേക്ക് പോകും. താഴേന്ന് മേളിലേക്ക് പോകുന്നതായിരിക്കും കുറച്ച് ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. അതോ മേളിൽ താഴേന്ന് വരുന്നതാണോ? അല്ല നല്ല. അപ്പോൾ അങ്ങനെ താഴേന്ന് മേളിലേക്ക് ആക്കി ഞാൻ. അപ്പോൾ വായിക്കുമ്പോൾ അതിനൊരു ഭംഗി അതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ മാറ്റി. ഇവിടെ വേറെ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. നേരെ തിരിച്ച് വെച്ച് ലെഫ്റ്റ് റൈറ്റ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. വേറൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അകലമൊക്കെ നമ്മൾ നോക്കിയിരിക്കുകയാണ്. അകലം, ഈ വിരലിൻ്റെ അകലം, ഇത് വിരലിൻ്റെ അകലം. ഇനിയിപ്പോൾ നമ്മൾ സ്ക്രൂ ഇടാൻ പോവാണ്. സ്ക്രൂ നമ്മളെടുത്തു. മറ്റേ സബ് വൂഫറിന് ഇട്ട പോലെ ഒത്തിരി സ്ക്രൂ ഇല്ല ഇതിന്. 4 സ്ക്രൂ ഉള്ളൂ. 4 സ്ക്രൂ അവിടെ വെക്കുക. ഒന്ന്, 2, 3, 4 സ്ക്രൂ വെച്ചു. ഇനി നമുക്കത് സ്ക്രൂ ചെയ്യാം. സ്ക്രൂ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുത്തുകൊണ്ട് വേണം ചെയ്യാൻ. ഇച്ചിരി അവിടെ വേണം എന്നാണ് അതിൽ മനസ്സിലാവും. അമ്മമാരും കുട്ടപ്പന്മാരായി. ഇത് നമുക്ക് ഇതിനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സബ് വൂഫറൊക്കെ നിലത്താ വെക്കുന്നെങ്കിൽ അവനെ നമുക്കൊന്ന് പൊക്കിയൊക്കെ വെക്കാം. അതിൻ്റെ ആ വർക്കിങ്ങൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പൊക്കി വെച്ച് അതിൻ്റെ മണ്ടയിലൊക്കെ വെച്ച് ഒന്ന് നോക്കാം. B21 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംപ്ലിഫയറിൽ ഇവനാണ് നമ്മൾ കുഞ്ഞനാണ്. 50 വാട്ട്സ് പ്ലസ് 100 വാട്ട്സ് ആ സാധനത്തിലാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് AS21 കൊടുത്ത് നോക്കാം. അപ്പോൾ ഒന്ന് പ്ലേ ചെയ്യാം. ആ ഓഡിയോ നോക്കിയിട്ടു. Wonder where this fairy came from. She's from heaven.
യഥാർത്ഥ ബാസ് അറിയണമെങ്കിൽ ഈ സാധനം നിലത്തിറക്കി വെച്ച് വേണം വർക്ക് ചെയ്യിക്കാൻ. ഇപ്പം മണ്ടേ വെച്ചുകൊണ്ട് ബാസ് അത്രയും കിട്ടിയില്ല, നമ്മളതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മണ്ടേ വെച്ചെന്നുള്ളൂ ഉള്ളൂ. ഇനി ഇത് നിലത്തിറക്കി വെച്ച് വർക്ക് ചെയ്യിക്കാം. ബാസിൻ്റെ റേഞ്ച് നമ്മൾ മേളിൽ വെച്ചാണ് തുടങ്ങി. ഞാൻ ഫുൾ ബാസ് ഇവിടെ ഇട്ടിട്ടില്ല, ഹൈ ഫ്രീക്വൻസി ഇട്ടിട്ടില്ല. ഒരു നോർമലായിട്ടുള്ള സാധനം മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് നിലത്ത് വെച്ചുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. കുലുങ്ങാൻ തുടങ്ങി. കണക്ട് ചെയ്തിരിക്കുകയാണ്. AS21ൻ്റെ അതായത് 350 വാട്ട്സ് RMSഉം 220 വാട്ട്സ് സ്പീക്കറും, അതായത് സബ്വൂഫറിന് 350 വാട്ട്സും സ്പീക്കറിന് 220 വരെ കൊടുക്കാവുന്ന ഒരു AS21 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആംപ്ലിഫയർ, ആ ഫാനൊക്കെ ഉള്ള ആംപ്ലിഫയർ. ഒന്ന് കാണിച്ചാൽ ആംപ്ലിഫയർ ആണല്ലോ അല്ലേ. അപ്പോൾ ഇത് നമ്മളൊന്ന് കണക്ട് ചെയ്തതിൻ്റെ ബാസ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അത് നമുക്ക് നോക്കാം. കേൾക്കാൻ പറ്റിയല്ല, മൈക്ക് എന്നെ വേണ്ടായിരിക്കും, അതിൽ നിന്ന് വരുന്ന ഒച്ചയുള്ളൂ. ഞാൻ കേൾക്കുന്ന പോലെ നിങ്ങൾക്ക് കേൾക്കാം, അത് നടക്കുകയുള്ളൂ. നിങ്ങൾ കണ്ടല്ലോ, സബ്വൂഫറിൻ്റെ വർക്കിംഗ് കണ്ടു, സ്പീക്കറിൻ്റെ വർക്കിംഗ് കണ്ടു, TV21 വർക്കിംഗ് കണ്ടു, AS21 വർക്കിംഗ്. ഇത് കൂടാതെ നമുക്ക് ഇന്നലെ ഒരു 10ഓളം പുതിയ ആംപ്ലിഫയർ ബോർഡുകൾ വന്നിട്ടുണ്ട്. മൈക്ക് കുത്താവുന്നത്, ഫ്രണ്ടിൽ പെൻഡ്രൈവ് ഉള്ളത്, പല വാട്ട്സിലുള്ള പല മിക്സിംഗ് ആയിട്ടുള്ള ഒരു 10ഓളം പുതിയ ബോർഡുകൾ വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോ അതിനെക്കുറിച്ചായിരിക്കും. ആ വീഡിയോ നമുക്ക് ഇട്ട് തരാം. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഞങ്ങളെ അടുത്ത് വരുന്നവർ കഴിവതും രാവിലെ വരിക. പിന്നെ വിളിക്കാതെ ഒരിക്കലും ദൂരെ നിന്ന് വരുന്നവർ വരരുത്. അത് വിളിച്ചിട്ടേ വരാവുള്ളൂ. നമ്മളൊരു രാവിലെ 10 തൊട്ട് 8 വരെ ഒരു മിഷൻ വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല. നമുക്ക് നമ്മുടെ വർക്ക് കൂടുതൽ കാര്യങ്ങളുള്ളപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോൾ, നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങളുള്ളപ്പോൾ നമ്മൾ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വന്നാലും വിളിച്ചിട്ടേ വരാവുള്ളൂ. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടെ വിളിച്ചിട്ട് പോരണം. ഏത് നിമിഷവും ഞങ്ങളുടെ പ്ലാൻ മാറും. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ അങ്ങനെ ഒത്തിരി വർഷങ്ങൾ ഇരുന്ന് ജോലി ചെയ്ത ആളാണ്. ഇനിയിപ്പോൾ അതിന് ഞാൻ തയ്യാറല്ല. അപ്പോൾ വരുന്ന ആൾക്കാർ ഞങ്ങളിവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ശേഷം വേണം വരാൻ.
എന്നുള്ള കാര്യം പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. എങ്കിലും ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒരു കുറച്ച് നേരം കഴിഞ്ഞ് വിളിച്ചാൽ മതി. ഒരു സമയം 2, 3 കോളുകൾ കയറി വരുന്നതുകൊണ്ടാണ് പലപ്പോഴും കിട്ടാതെ വരുന്നത്. ഞങ്ങൾ എടുക്കാതെ ഇരിക്കുന്നത് നമ്മൾ പല പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ മാത്രമേ ഫോൺ എടുക്കാത്തുള്ളൂ. ബാക്കി ടൈം മുഴുവൻ ഫോൺ കൂടെ കൊണ്ട് നടക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളോടെ പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഇതുണ്ട്, ഫോൺ വന്നു കഴിഞ്ഞു. അപ്പോൾ ഫോൺ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ 5 ലക്ഷം പേര് കണ്ടിട്ടൊക്കെ സബ്സ്ക്രൈബ് അതനുസരിച്ച് വരുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പിള്ളേരോട് ചോദിക്കുക. ആ പിള്ളേർ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലേ നമ്മൾ ഇടുന്ന വീഡിയോ കിട്ടുന്നുള്ളൂ. പല ആൾക്കാർ വീഡിയോ എപ്പോഴും കിട്ടുന്നില്ലെന്ന്, നമ്മൾ ഡെയിലി ഒരു വീഡിയോ വെച്ച് ഇടുന്നുണ്ട്, അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ നോട്ടിഫൈ ചെയ്യുകയും ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വരും. ആ ഹൈപ്പും നമ്മൾ ഒന്ന് ഞെക്കി വിടുക. അതിന് ഒത്തിരി ഗുണങ്ങൾ വേറെ ഉണ്ട്, പിന്നീട് ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ഞാൻ അടിയിൽ ഇപ്പോൾ കൊടുത്തേക്കാം, നമ്മുടെ ഫോൺ നമ്പറും കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്.